അവരത് കുടിക്കും. ഞാൻ അവരുടെ മേൽ അയക്കുന്ന വാൾ നിമിത്തം അവർ ഉന്മത്തരാകുകയും അവർക്ക് ചിത്തഭ്രമം സംഭവിക്കുകയും ചെയ്യും. കണ്ടോ, വചനം നടന്നിരിക്കും, എല്ലാ വചനവും നടന്നിരിക്കും. അതാ നമ്മൾ പറയുന്നത്. അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ആ വീട്ടിൽ രണ്ടെണ്ണമായിക്കൊണ്ട് വീട്ടിൽ മുറിയുടെ കയറി ഇവിടുന്ന് പുറത്തു പോയല്ല. ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്നത്. ഈ കാര്യം ആർക്കും വെളിപ്പെടുത്തി ദൈവം കൊടുക്കുന്നു. ഇനി സുഭാഷണം പറയുന്നത് ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? ആർക്കാണ് ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും? ഇടിയെ കലഹമെന്ന് വെച്ചാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇടികളൊക്കെ അതൊക്കെ ആർക്കാണ്? പിന്നെ ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? കള്ളു കുടിച്ച ബിസ്കറ്റ് കുടിച്ച ചുവന്ന് കലങ്ങിയത് കണ്ണൊക്കെ കണ്ടിട്ടില്ലേ? ഞങ്ങള് കണ്ടിട്ടില്ലല്ലേ? പഠിപ്പിക്കത്തില്ല. 2 പത്രോസ് 2:10-16 വയസ്സില് ഉച്ചക്കിരുന്ന് കുടിക്കും. വ്യഭിചാരാസക്തികളുടെ കണ്ണുകളായിരിക്കും. കേട്ടോ, നിങ്ങളുടെ കാശിൽ നിന്ന് കുടിക്കും, വീട്ടിൽ എടുക്കും, നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്യും. അവരുടെ നോട്ടം മുഴുവൻ ആ ഭവനത്തിലുള്ള സ്ത്രീകളെ ആയിരിക്കും. വീഞ്ഞ് കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അപ്പൊ കുപ്പി വെച്ചേക്കാൻ വേണ്ടി വീട്ടില് ഷോക്കേസില് കുപ്പിയൊക്കെ പഴയ വിലയുള്ള കുപ്പികളൊക്കെ അതിൽ മെച്ചത്തിലേക്ക് എടുത്ത് കളഞ്ഞോ, അല്ലെങ്കിൽ അത് നോക്കിയിരുന്നാൽ അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അത് പാമ്പിനെ പോലെ കടിക്കും, അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. കടിക്കുക മാത്രമല്ല
സ്ഥാനം നോക്കി കൊത്തിയിട്ട്. പിന്നെ അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വിചിത്ര കാഴ്ചയാണ് തല്ലുകൊണ്ടിട്ട് തല്ലി എന്നൊക്കെ പറയും. വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും. ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ ചോദിക്കും. ഭാര്യനെ തല്ലിയോ പല തല്ലിയാണ് രാത്രി തല്ലി കൊടുക്കുക. മകന് എന്ത് പറയും? നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പിന്നെ മാമരത്തിന്റെ മുകളിൽ തൂവി കിടക്കുന്നവനെ പോലെ ആയിരിക്കും. നീ പറയും അവൻ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല. തല്ലെല്ലാം കൊണ്ടിട്ട് ഒന്നും എനിക്കിതൊന്നും കൊണ്ടില്ല, ഞാൻ അവിടെ പോയില്ല തക്ക. അവൻ എന്നെ പ്രഹരിച്ചു, പ്രഹരം കിട്ടും നല്ല, എനിക്ക് ഏറ്റില്ല. ഏറ്റില്ലെന്നും പറയും കേട്ടോ. മുറിയൊക്കെ ഉണ്ടാവും, അവരുടെ കിട്ടും, ഏറ്റില്ലെന്ന് പറയും. ബാധികളൊന്നും അരിയണൊക്കെയാണ് കുപ്പി കൊണ്ട് അടിച്ചിട്ട് എല്ലാം നടന്നിട്ട് വരികയും. പിന്നെ ഞാൻ എപ്പോഴാണ് ഉണരുക, ഞാൻ ഇനിയും കുടിക്കും. അതാണ് നേരെ പെടുക്കണ പോയി കുടിക്കോ. 5-12 ഉറങ്ങാതിരുന്ന് കുടിക്കും പകല് വരെ. കണ്ടിട്ടില്ലേ കല്യാണത്തിന്റെ തലേദിവസമൊക്കെ 2 മണി വരെ കിടക്കിയതാണ്, 4 മണി വരെ കുടിച്ച് രാഷ്ട്രീയ ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞ് കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കേട്ടോ, അവർക്കും ദുരിതം. അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നലും തപ്പുമ്പോഴും വീര്യമേറിയ വീഞ്ഞുകൊണ്ട് എല്ലാം പിന്നെ പെണ്ണുങ്ങൾ കുടിക്കോ? പ്രത്യേക സ്ഥലങ്ങളിലുണ്ടാവും ചെല്ലുമ്പോ. എവിടെ? തൃശ്ശൂർ. അവരും കുടിക്കും. ആമോസ് 4:1 5 വരെ വേണം. ഭാഷാൻ പശുക്കളെ എന്നാണ് വിളിക്കുന്നത്. അവസരെ ചവിട്ടി അലയ്ക്കുകയും ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്യുന്ന ആരോട് പറയുന്നത്? അപ്പൊ ഭർത്താവ് പാവം പോയി അക്കൗണ്ട് വെച്ചിട്ടുണ്ടാവും, പോയി മേടിച്ചോണ്ടത് കൊടുക്കും. അല്ലെങ്കിൽ കിടക്കാൻ പറ്റുമോ? വീട്ടില് കണ്ടോ, കിടക്കാൻ പറ്റില്ല. സമരിയ മലയിലെ ഭാഷാൻ പശുക്കളെ ശ്രമിക്കുവിൻ. ദൈവമായ കർത്താവ് തന്റെ പരിശുദ്ധിയിൽ സാക്ഷ്യം നിർത്തി ശപഥം ചെയ്തിരിക്കുന്നു. ശത്രു നിങ്ങളെ കൊളുത്തിക്കിടക്കുന്ന നാൾ വരുന്നു. കേട്ടോ, നിങ്ങളിൽ അവസാനത്തേതിനെയും അവർ ചൂണ്ടയിൽ കോർത്തു വലിക്കും. എല്ലാത്തിനും കോർത്തു വലിക്കും പിശാച്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഓരോരുത്തരും അടുത്തുള്ള മതിൽ പിളർപ്പുകളിലൂടെ പുറത്തു കിടക്കും. ഹെർമോണിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടും. ചിലപ്പോ അതുകൊണ്ടാണ് ആത്മഹത്യ പ്രവണതമെന്ന് ചിലപ്പോ സാരിത്തുമ്പിൽ മറ്റേ എല്ലാം ചെയ്യുന്നത് ഇത് വരുമ്പോഴാണ്. അപ്പൊ മദ്യം പാപമാണ്. അതുകൊണ്ടാണ് 1 Corinthians 9-11 വനത്തിലും പറഞ്ഞിരിക്കുന്നത്. അതെ, മദ്യപന്മാർ നമ്മുടെ കൂടെയുള്ളവർ മദ്യമ കഴിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ 1 Corinthians 5-10-13 വനത്തില് അവരുമായി സംസർഗം പാടില്ലെന്നും അവരുമായി ഭക്ഷണം കഴിച്ചുകൂടുന്നെല്ലാം പറയുന്നത്. പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ ഹത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ല എന്നാണ് ഞാൻ എഴുതിയത്. അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും വരുന്നു. പുറമെയുള്ളവരെ വിളിക്കാൻ എനിക്ക് എന്ത് കണ്ടോ, എല്ലാം ഇതിൽ പറയാൻ. അതുകൊണ്ടാണ് ആ പ്രമാണങ്ങൾ പറയുന്നത്. നമ്മൾ പ്രമാണങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇനി അത് വായിച്ചതിന്റെ കണ്ടിയും ആരാ വായിച്ചോണ്ടിരുന്ന മാർക്കോസ് 10 ആ 18 ആ 31 വരെ വായന. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവരായ ഗുരു. ഓടി വന്നിട്ട് എന്താ ചെയ്തത്? മുട്ടുകുത്തി. കവടലാണ്, അതുകൊണ്ടാണ് മുട്ടുകുത്തിയത്. ഓടി വന്ന് മുട്ടുകുത്തി. ഒരു ചോദ്യം. എന്താ ചോദ്യം? നല്ലവരായ ഗുരു. ഈശ്വരനെ പൂർത്തിയ നല്ലതെന്നൊക്കെ വിളിക്കുമ്പോ ഈശ്വർ സന്തോഷിക്കുന്നത്. നല്ലവനായ ഗുരുവെ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? സൂത്രത്തിൽ കടന്നു പോകാനാണ് വിചാരിക്കുന്നത് സ്വർഗരാജ്യത്തിലോട്ട്. കണ്ടോ, മത്തായി 7:13-14 സ്വർഗരാജ്യം ഇനിയതാണ്. മറ്റേ രാജ്യമാണ് വളരെ വിശാലമാണ്, എല്ലാം ഇടിച്ചു കയറണം. കണ്ടിട്ടില്ലേ? ഇപ്പൊ ഹരിത ഭവനത്തിലൊക്കെ ചെന്ന് ടിക്കറ്റ് കിട്ടുമോ? നമ്മളൊക്കെ വിളിച്ചാൽ വരുമോ?
വരികയില്ല. അതുകൊണ്ടാണ് ഇടുങ്ങിയതാണ് വളരെ കുറച്ച് പേര് മാത്രം വരുവുള്ളൂ. മക്കളെല്ലാം അങ്ങോട്ട് പോകും. കണ്ടോ? അതാണ്. പിന്നെ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരും ഇല്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ള സാക്ഷ്യം നൽകരുത്. അത് ഈശോ ചോദിക്കുന്ന പ്രമാണങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ അക്കാലത്ത് എല്ലാവരും പഴയ നിയമം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമരിയക്കാരി സ്ത്രീ കൂടി എല്ലാം അറിയാം. കണ്ടത്? ഇതുകൊണ്ടാണ് മാതാവെല്ലാം പോലെ അമ്മയായ മറിയുമെല്ലാം വചനം ഹൃദിസ്ഥമാക്കുന്നത്. വചനം വരുമ്പോഴാണ് നമുക്ക് ജീവൻ വരുന്നത്. വചനമില്ലെങ്കിൽ ജീവൻ ഉണ്ടായിട്ടില്ല. കണ്ടോ? അതാണ് ഇത് വായിക്കും. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുക. അവൻ പറഞ്ഞു. ഇതാണ് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. വലിയൊരു കൃപയാണത്. പ്രഭാഷകൻ 3:1-16 വചനത്തിലെ മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചാലേ എന്താ? പാപത്തിന് പരിഹാരം. എല്ലാ പാപവും പോകും, എല്ലാ അനുഗ്രഹവും കിട്ടും ദൈവത്തിന്. അല്ലെങ്കിൽ അമ്മയെ മറ്റേ കുറ്റം പറഞ്ഞാലോ മലക്കാക്കളുടെ കണ്ണൂത്തിക്കൊണ്ടുപോകും. സുഭാഷ് 30:17 ഇതൊക്കെ വചനം അറിയാത്തവരാണ്. വചനം പറഞ്ഞാല ചിലർ ഞാൻ അപ്പനും അമ്മക്കും കാശ് കൊടുക്കണുണ്ടത് മതി, വേറെ ഒന്നും വേണ്ടത്. അങ്ങനെ വരുമ്പോ പാവമാണോ? പാവമാണ്. മത്തായി 15:7-8 വചനത്തില് ചിലർക്ക് കുടുംബം പറഞ്ഞിരിക്കും, അതും പാവമാണ്. ചിലര് ഈ വിഭാഗീയ ചിന്തയുമായിട്ടിരിക്കും, അതും പാവമാണ്. ഗലാത്യ 5:17-21 വേണം. ഞാൻ മറ്റൊരിടത്താണ്, ഇങ്ങനെയാണ്. കൃപ വരില്ല. ഈശോ നോക്കുന്നത് നമ്മുടെ ഹൃദയം മാത്രമാണ്. അതാണ് 1 സാമുവേൽ 16:7 അല്ലാത്തൊരു തള്ളിക്കളഞ്ഞെന്ന്. ലൂക്ക 16:15 വാക്യത്തില്. ഇപ്പൊ നമുക്ക് ഡയമണ്ട്സ് ഒക്കെ വലിയ കാര്യമില്ല അല്ലേ? ഡയമണ്ട്സ്, ഗോൾഡ്, കേട്ടോ? പലതുകൊണ്ടൊക്കെ മുഴുവൻ ഇങ്ങനെ ഗോൾഡൊക്കെ ഇട്ട് അത് ദൈവത്തിന്റെ മുമ്പിൽ വലിയ ഇഷ്ടമാണ്. ഈശോന്റെ മുമ്പിൽ ഈ ഗോൾഡെല്ലാം ഇട്ടുകൊണ്ടിരുന്നാലും അതോ അത് നികൃഷ്ടമാണ് ദൈവത്തിന്. അതാണ് ഏശയ്യ 55:8-9. ദൈവത്തിന്റെ ചിന്തകൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ്. ദൈവത്തിന്റെ ചിന്തകൾ അറിയണമെങ്കിലാണ് ഞാൻ നേരത്തെ പറയുന്നത് കാണാപ്പുറം പഠിക്കണമെന്ന്. അത് പ്രത്യേകിച്ച് 1-2-11 വാക്യം ബ്രാക്കറ്റിട്ട് വെച്ചു. ആദ്യം വെച്ചാൽ രാത്രി പ്രാർത്ഥിക്കണം. അത് നിങ്ങൾ ശുദ്ധ മനസ്സാക്ഷിയോട് വരികയും ചെയ്യാൻ പറ്റും. വൈരാഗ്യത്തോടെ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കുക. മാർക്കോസ് 11:24-26 ആരുടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. അതുകൊണ്ടാണ് വൈരാഗ്യം എല്ലാം വിട്ടുകളയാണെന്ന്. എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഇതുകൊണ്ടാണ് ഈശോ പറയുന്ന മത്തായി 18:21-22-35 7 70 പ്രാവശ്യം. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളെ വിരോധം വിട്ടു പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തകർച്ചയിലാക്കും നമ്മൾ വൈരാഗ്യം വെച്ചോണ്ടിരുന്നാല്. ജെറമ്യ 15:10-14 വേണം. പിന്നെ ചിലർ പറയും, അയ്യോ ഞങ്ങൾ പിന്നെ കുഴപ്പത്തിലായല്ലോ. കാര്യം എന്താണ്? ഈ വൈരാഗ്യം വിടുന്നില്ല, പിന്നെ ഇരുന്നത്. അവരങ്ങനെ ചെയ്തു, അവർ സ്വത്ത് എടുത്ത് എന്നെ തല്ലി, എന്നെ മറ്റേ കല്യാണം മുടക്കി, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വൈരാഗ്യം വന്നു പോയാല് എബ്രായർ 12 14-17 വനത്തില് വൈരാഗ്യത്തിന്റെ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വന്ന് അത് വളരും. അത് വളർന്നാല് പല ഭാവത്തിലോട്ട് പോകും, വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. അതാണ് മാസ്റ്റർബേഷൻ, സെൽഫ് അബ്യൂസിങ്, ഹോമോസെക്ഷൽ ഇതിലോട്ടൊക്കെ ആകർഷിച്ചു പോകുന്നത്. ഈ വൈരാഗ്യത്തിൽ വരുമ്പോഴാണ്. അതിന്റെ ക്ലബ് തന്നെ ഉണ്ടാകുന്നുണ്ട്. വലിയ വലിയ സൊസൈറ്റി തന്നെ. റോമ 1:26-27 വാക്യത്തിൽ കൂടി വരികയാണ്. ദൈവം തന്നെ അവർ വിട്ടുകൊടുക്കും പാപത്തിന്. ദൈവത്തിന്റെ പദ്ധതിയാണ്. റോമ 1:18 ഈ എയ്ഡ്സ് രോഗങ്ങളൊക്കെ വരുന്നത് കാര്യമില്ല. ആകാശത്ത് നിന്ന് വരുമെന്ന് പറയുന്നു. എയ്ഡ്സ് രോഗം നിർത്തുമ്പോൾ വേറൊരു വരും. അതിന്റെ അപ്പുറം ദൈവം സമ്മതിക്കില്ല. ദൈവം ശക്തിയിലാണ്, മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് 1 Corinthians 2:18 ശക്തിപ്പെടുത്തുന്നു. അത് വചനം കേട്ട് വരണം. അപ്പൊ വചനത്തിലായിരിക്കണം താല്പര്യം. കേട്ടോ? വചനം കേൾക്കാനായിട്ട് തീഷ്ണത ഉണ്ടാകും. അതിന് വയസ്സ്
അവൻ പറഞ്ഞു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചു. കപടന്റെ ലക്ഷണമാണ്. ഞാൻ എല്ലാം പാലിക്കുന്നുണ്ട്, ഞാൻ നല്ലതാണ്, ചെറുപ്പം മുതൽ എല്ലാം പാലിക്കുന്നു. അപ്പീഷ എന്താ പറഞ്ഞു? സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. സ്നേഹപൂർവ്വം. ഈ ദൈവം എപ്പോഴും കടാക്ഷമാണ് നമ്മളോട്. എന്താ കടാക്ഷം? ബാറുക്ക് പ്രവാചകൻ 2:11 ആ 18 വനത്തില് നാം ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവം നമുക്ക് കരുണ തരും. എബ്രായർ 4:16 കരുണയും ദൈവമാണ് ദൈവം തരുന്നത്.